അയ്യോ, എന്റെ ചങ്ങാതി വെള്ളച്ചാട്ടത്തിൽ വീണു, ഓടി വരണേ. എവിടെയാ? ഇതോ ഇവിടെ തൊട്ടടുത്തോ. തൊട്ടടുത്ത് വെള്ളച്ചാട്ടം ഇല്ലല്ലോ, ഇതൊരു തട്ടിപ്പ്. അയ്യോ, ഇന്ന് മുഴുവൻ ദുരന്ത സംഭവങ്ങളാണല്ലോ. അവിടെയാണെങ്കിൽ ഒരു കഴുത മണ്ണിനടിയിൽ കിടക്കുന്നു, 10 അടി താഴെ. ഞാൻ ഒന്നും കൂടി അവിടെ ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും ചെയ്യണ്ടേ. വെള്ളച്ചാട്ടത്തിൽ വീണ ചങ്ങാതിയെ കാണാം. ശരി. അവിടെയാണ് ചങ്ങാതി. ഇവനോ? പറ്റിച്ച് വെള്ളവും പിടിച്ച് ചാടുന്നതിനെ വെള്ളച്ചാട്ടം എന്ന് വിളിച്ചത്. എന്നാലും ഇത്ര ബുദ്ധിയുള്ള നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലേ? ഏത് കഴുത? ഓ, അത് ഞാൻ മറന്നു. മണ്ണിനടിയിൽപ്പെട്ട കഴുത. അവൻ ചത്തു കാണുമില്ലേ? 10 അടി താഴ്ചയില്ലേ? മണ്ണിനടിയിൽ 10 അടി താഴെ കിടന്നിട്ട് ചത്തില്ലേ? കഴുതച്ചാരെ പറ, താനെങ്ങനെ രക്ഷപ്പെട്ടു? പാത്രത്തിൽ മണ്ണ് നിറച്ചാക്കു 10 അടി മുകളിൽ കെട്ടി തൂക്കിയെന്നാ. അതായത് മണ്ണിന് 10 അടി താഴെ കഴുതച്ചാ. അക്കുവിനെയും മിക്കുവിനെയും പറ്റിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. കിട്ടിപ്പോയി. എന്താ ഇവന്മാര് പറയുന്നത്? രണ്ടിനും വട്ടായി പോയെന്ന് തോന്നുന്നു. രണ്ടുപേരും ഞങ്ങളുടെ അരികിൽ വന്നെന്ന് പറഞ്ഞതാ. ചേട്ടന്മാർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ? തരൂ. ഒന്നുകൂടി പറ. തരൂ, ഇരുവരും അരികിൽ വരുന്നേ. തെരുവരികി. ഇതൊക്കെ പറഞ്ഞു ശീലിക്കണം. നാമം വഴങ്ങിയാൽ വേറെ ഗുണമുണ്ടോ? എന്തു നിന്നാലും രുചി കൂടും. പ്രാക്ടീസ് ചെയ്യാൻ വേറെ വഴി പറഞ്ഞു തരാം. അരികിലെ ഇരുവിരലുകളിൽ ഒരു പെരുവിരലിലും ഒരു ചെറുവിരലും. അരിവിരലല്ല, അരികിലെ വിരലുകൾ ഇങ്ങനെ പിടിച്ചോ. അങ്ങനെ പിടിച്ചു പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടും. പെരുവിരലും ചെറുവിരൽ. അരികിലെ ഇരുവിരലുകളിൽ ഒരു പെരുവിരലും ഒരു ചെറുവിരലും. അരികിലെ തെറ്റി. നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നാവിലെ രുചി കൂട്ടണ്ടേ. ചേട്ടന്മാർ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യേ. ചെറുവിരൽ. കുറച്ചുകൂടി എളുപ്പമുള്ള വരികൾ ഗുഹയിലിരിപ്പുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ അതാ നല്ലത്. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാനും വരാം. ഇരുവിരലുകൾ പെരുവിരൽ. തെറ്റി. പെരുവിരൽ ഒരു ചെറുവിരൽ. അതും തെറ്റി. കുത്തോ? എന്താ വെട്ടാ? അവന്മാര് നമ്മളെ പറ്റിച്ചതാണോ എന്നൊരു സംശയം. എനിക്ക് സംശയമല്ല വെട്ടാ, ഉറപ്പാ പറ്റിച്ചു.